പരാതികൾ അറിയിക്കാനും അവയ്ക്ക് പരിഹാരം തേടാനും ഫലപ്രദമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും അവ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കണമെന്നും വൈദ്യുതി പരിസ്ഥിതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. വൈദ്യുതി പോയാൽ അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുകയാണെങ്കിൽ കറണ്ട് പോയിട്ട് മൈക്ക് ഓഫ് ആയാൽ അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത സന്ദർഭം വന്നാൽ നമുക്കുള്ള പ്രയാസം, അപ്പോഴാണ് വൈദ്യുതിയുടെ പ്രയാസം നമ്മൾ പെട്ടെന്ന് മനസ്സിലാകുന്നത്. ഞാൻ ഇതിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഞാൻ ചിന്തിച്ച ഒരു കാര്യം, നേരത്തെ സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം, what are the basic needs of a human being? അതിന്റെ ഉത്തരം ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. വസ്ത്രം വേണം, ഭക്ഷണം വേണം, വീട് വേണം. ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്, ഇതാണ് മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്നാണ് പഠിച്ചത് എങ്കിൽ ഇന്നിപ്പോ ഞാനത് മാറ്റി നിർവചിക്കുകയാണ്. എയർ, വാട്ടർ ആൻഡ് പവർ. ശുദ്ധവായു വേണം, ശുദ്ധജലം വേണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഊർജം വേണം. വൈദ്യുതി എന്ന വകുപ്പിന്റെ പേര് തന്നെ കേന്ദ്രത്തിൽ, ഞാനിപ്പോ ഈ അടുത്ത ആഴ്ചയില് വൈദ്യുതി കേന്ദ്രമന്ത്രിയെ കാണുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിക്കുന്നത് പവർ മിനിസ്റ്റർ, മിനിസ്റ്റർ ഫോർ പവർ എന്നാണ്. കേരളത്തിൽ വൈദ്യുതി മന്ത്രി എന്ന് വിളിക്കുന്നുണ്ട്. ബ്രിക്കാളിൽ ഇറ്റ് ഈസ് പവർ, അത് ഊർജമാണ്. എല്ലാ പ്രവർത്തനങ്ങളുടെയും ചലനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജമാണ് വൈദ്യുതി. അതിന്റെ ഉപയോഗം കൂടി വരികയാണ്. ഞാൻ തിരുവനന്തപുരത്തെ ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ പോയി. ആ ഓഫീസ് 100 വർഷത്തെ പഴക്കമുള്ള, ഏതാണ്ട് 100 വർഷത്തെ പഴക്കമുള്ള ഓഫീസാണ്. അന്നേരമാണ് അറിയുന്നത്, അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയേണ്ട കാര്യം എന്റെ അറിവിലേക്ക് വന്നത് കേരളത്തിൽ ഈ വൈദ്യുതി അവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് 100 വർഷം തികയുന്നു. 1929 തിരുവനന്തപുരത്ത് രാജാക്കന്മാര് വൈദ്യുതി കൊണ്ടുവന്നു. അത് ആളുകൾക്ക് ഇത് ഇഷ്ടമല്ലായിരുന്നു, പേടിയായിരുന്നു. ഈ വെളിച്ചം കണ്ടാൽ കണ്ണിന് എന്തെങ്കിലും തകരാറ് വരുമോ, അല്ലെങ്കിൽ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇതിന്റെ വയറ് വലിച്ചാൽ അതിൽ കാക്ക പോയിരുന്ന് വീഴുന്ന കാഴ്ച കാണുമ്പോൾ ഇത് അപകടം വരുമോ എന്ന് വൈദ്യുതി ആളുകൾ ഭയത്തോടെയാണ് ആരംഭകാലത്തിൽ അതിനെ കണ്ടത്, വീക്ഷിച്ചത്. എങ്കിൽ ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ട്, പ്രത്യേകിച്ച് കേരളം പോലെ, പരാതിയുണ്ടായാൽ അത് എവിടെ, എങ്ങനെ അറിയിക്കണം, പരിഹാരം ലഭിക്കാത്ത പക്ഷം അടുത്തതായി ഏത് സംവിധാനത്തെ സമീപിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഉപഭോക്താക്കൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ഉപഭോക്തൃ പരാതി പരിഹാര ഫോറവും ഓംബുഡ്സ്മാനും പരാതി പരിഹാര സംവിധാനങ്ങളും പരാതി സമർപ്പിക്കേണ്ട രീതിയും എന്ന വിഷയത്തിൽ ഇരിട്ടിയിൽ കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ഇരിട്ടി MG കോളേജ് NSS യൂണിറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇരിട്ടി നഗരസഭാ ചെയർമാൻ V. വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. KSERC കംപ്ലയിൻസ് എക്സാമിനർ TR ഭുവനേന്ദ്ര പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി തോലാനി, ഇരിട്ടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP അബ്ദുൾ റഷീദ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അബ്ദുൾ കരീം CP, MG കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഹസീന, KSEB ചീഫ് എഞ്ചിനീയർ TS ജയശ്രീ എന്നിവർ സംസാരിച്ചു. KSERC കൺസ്യൂമർ അഡ്വക്കൻസി കൺസൾട്ടന്റ് B. ശ്രീകുമാർ വിഷയാവതരണം നടത്തി. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി.